ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് ഓണത്തിൻ്റെ കുർത്തികളുണ്ട്. അത് നമ്മൾ നേരത്തെ കാണിച്ചതല്ല, വേറെ ഡിസൈനാണ്, വേറെ പാറ്റേൺ ആണ്, ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വരുന്ന കുർത്തികളാണ്. ആ കുർത്തികൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്ലൗസ് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ഹൈ ഡിമാൻഡ് ആയിരുന്നു. ഒത്തിരി പേര് ചോദിച്ചു, എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാ ഇപ്പോൾ കുറച്ച് ബ്ലൗസസ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലൗസിൻ്റെയും നമ്മളുടെ ഓണം സ്റ്റൈലിൽ വരുന്ന കുർത്തികളുടെയും കൂടെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഇനി നമ്മൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് വരാനുണ്ട്. ഇടയ്ക്ക് ഞാൻ ഓഫർ സെയിലും ഒക്കെ സാരികളുടെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കിട്ടണമെങ്കിൽ സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിൽ ചിലരൊക്കെ പറയും ഞാൻ അനിയത്തിക്ക് ഷെയർ ചെയ്ത് കൊടുത്തു, കൂടെ ഉണ്ടായിരുന്ന കൊളീഗിന് കൊടുത്തു, ചേച്ചിയുടെ അടുത്തുനിന്ന് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. സോ മെനി താങ്ക്സ് ടു യു ഓൾ. അപ്പോൾ നമ്മൾക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് കളക്ഷൻസിലേക്ക് പോകാം. നമ്മളുടെ ഫസ്റ്റ് കുർത്തി ഇതാണ് കേട്ടോ. ഈ കളർ നിങ്ങൾക്ക് ഒരു ഡാർക്ക് വൈനിലാണ് ഈ കളർ വരുന്നത്. ഇത് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. എന്നിട്ട് ഉള്ളിലിതാ ഇതുപോലെ നിറച്ച് വേറൊരു സിൽവർ ആൻഡ് ഗോൾഡൻ്റെയും കൂടെ എംബ്രോയിഡറി രണ്ടും കൂടെ കൂടിയിട്ടാണ് ഇത് വരുന്നത്. ക്ലോസറിൽ നിങ്ങൾക്ക് നെക്ക് വർക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. ടിഷ്യൂ ആണ് മെറ്റീരിയൽ കേട്ടോ. ടിഷ്യൂവിലാണ് മെറ്റീരിയൽ വരുന്നത് കണ്ടോ. ഇങ്ങനെയാണ് നമ്മളുടെ മെറ്റീരിയൽ വരുന്നത്. നെക്കാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നെക്ക് വർക്ക് വരുന്നത് കണ്ടോ. ഇങ്ങനെ യൂവിൽ വന്നിട്ട് ഈ നെക്ക് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ സ്ലീവ് എൻഡിൽ നമ്മൾ ആ വർക്ക് അവർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല വർക്ക് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടാണ് സ്ലീവ് എൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, താഴെ നല്ല ഒരു പറയേണ്ടത് ടിഷ്യൂവിൽ വന്നിട്ട് നല്ലതും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ കുർത്തി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ബോർഡറും കൂടെ കൊടുത്തിട്ടാണ് ഇതിന് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പം ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കണ്ടോ. ഈ കൈയും ത്രീ ഫോർത്താണ് കേട്ടോ സ്ലീവ് വരുന്നത്. അപ്പോൾ ഈ കയ്യിലെ ഡിസൈനും താഴത്തെ ഈ കസവിൻ്റെ ഡിസൈനും ഈ മേളിലെ വർക്കും ടിഷ്യൂ മെറ്റീരിയലും എല്ലാം കൂടി നല്ല ഒരു അടിപൊളി കുർത്തിയാണ്. നമ്മളുടെ കയ്യിൽ എല്ലാ സൈസസും ഉണ്ട്. ഇതിൻ്റെ കളർ നിങ്ങൾ സംശയം വരരുത്. ഇതിൻ്റെ കളർ ഡാർക്ക് വൈനാണ് കേട്ടോ. കുറച്ചൊരു കറുപ്പ് പോലെയാണോ നിങ്ങൾക്ക് വീഡിയോയിൽ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡാർക്ക് വൈനാണ് കളർ വരുന്നത്. അതിൻ്റെ കൂടെ ഗോൾഡൻ്റെ വർക്കും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് 540 കേട്ടോ. എല്ലാ സൈസസും നമ്മളുടെ കയ്യിലുണ്ട്. ഇതാ നെക്സ്റ്റ് ഒരു കുർത്തി വന്നിരിക്കുന്നത് ഇതാണ്. ഇത് നമ്മളുടെ ആംഗ്രഖ പാറ്റേണിൽ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് കണ്ടോ. ഇങ്ങനെ വി വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ട് ആംഗ്രഖ പാറ്റേണിലാണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത്. ഇത് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ. നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കുർത്തിയുടെ പാറ്റേൺ വന്നിരിക്കുന്നത്. നമ്മളത്ര കോമൺ അല്ലാതെ കാണുന്ന ഒരു പാറ്റേൺ ആണ്. നമ്മളിതുപോലെ അധികം കണ്ടിട്ടില്ല നമ്മൾ. അതുപോലത്തെ ഒരു പാറ്റേൺ ആണ്. ഇവിടെ 1 2 3 പോട്ട്ലി ബട്ടൺസ് ഈ സൈഡിൽ ഒന്ന് അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ആ കസവിൻ്റെ ബോർഡർ താഴെ വരെ പോകും കേട്ടോ. ഇങ്ങനെ അംഗ്രഖ പാറ്റേണിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ പോട്ട്ലി ബട്ടണും കൊടുത്തിട്ട് ഈ സൈഡിൽ കൂടെയുള്ള ഈ കസവിൻ്റെ പാച്ച് ഇതിപ്പോൾ താഴെ വരെ ഇങ്ങനെ പോകും. നല്ല നീളത്തിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ താഴെ വരെ വരും. സ്ലീവിൻ്റെ എൻഡിലും ആ കസവിൻ്റെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾക്ക് പറയേണ്ടത്, നല്ല ലൈനിങ് ഇട്ടിട്ടാണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത്. നല്ല നീളത്തിൽ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. നല്ല നീളത്തിൽ നല്ല കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. 46 മിച്ചവും കൂടെ നിങ്ങൾക്ക് ലെങ്ത് കിട്ടും. ആംഗ്രഖയാണ് പാറ്റേൺ വന്നിരിക്കുന്നത്. റേറ്റ് 560 കേട്ടോ. ഇതിൻ്റെ നമ്മളുടെ കയ്യിൽ എല്ലാ സൈസസും ഉണ്ട്. മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ. നെക്സ്റ്റ് ഒരു കുർത്തി ഇതാണ് നോക്കിക്കുക. ഇതൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ ഈ നെക്ക് വന്നിരിക്കുന്നത് ഹൈ നെക്കിൽ വന്നിട്ട് ഒരു പീച്ച് കളറിൽ നെക്ക് ചെയ്തിരിക്കുന്നു. ഇത് ഹക്കോബയാണ് മെറ്റീരിയൽ. കാണാമല്ലോ നിങ്ങൾക്ക് അല്ലേ. ഈ മെറ്റീരിയലും ഇത് രണ്ടും ഹക്കോബയാണ്. ഈ നെക്ക് വർക്ക് കൊടുത്തിരിക്കുന്നതും ഹക്കോബയിൽ തന്നെയാണ് കേട്ടോ. കാണരുതോ, ഇങ്ങനെ ഇരിക്കും. ഇനി ഈ കുർത്തിയുടെ പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയാണ് കുർത്തി വരുന്നത്. ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത്. നെക്ക് ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരുമ്പം കുറച്ചൊരു ഗ്യാതേർഡ് പ്ലീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ. ഒരുപാടില്ല, കുറച്ച് ഒരു 3 4 പ്ലീറ്റ്, ഒരു ഗ്യാതേർഡ് പ്ലീറ്റ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഹക്കോബയാണ് ഫുൾ മെറ്റീരിയൽ കേട്ടോ. അതിൻ്റെ പകുതി നമ്മൾ ഇതിനകത്ത് ഷെയ്ഡ് ചെയ്തിട്ട് അവർ വേറെ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. പകുതി ക്രീമിലും ബാക്കി താഴേക്കുള്ള പോർഷൻ കുറച്ച് ഇതിപ്പോൾ ഒരു അല്പം ഫ്രോക്ക് പോലെ
ഇവിടെ ഈ ഗാജറ്റ് പ്ലീറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് ഫ്രോക്ക് പോലെ വരികയും ചെയ്യും. എന്നാൽ ഇത് ഫുൾ ഒരു ഫ്രോക്ക് സ്റ്റൈൽ അല്ലാതാനും സൈഡ് സ്ലിറ്റഡ് ആണ് കേട്ടോ. പക്ഷെ ഇവിടെ നല്ല വിടർന്ന് കിടക്കും കേട്ടോ. ഇതിപ്പോ ഞാൻ കാണിക്കുന്ന സൈസ് ഇത് എൽ സൈസ് ആണ്. എന്നിട്ട് എൽ സൈസ് ആയിട്ട് കൂടെ നോക്കിക്കേ, ഇതിന്റെ താഴെ ഇത്രയും വിട്ട് നമുക്ക് നല്ല വിടർന്ന് കിടക്കും കണ്ടോ. കാരണം ഇത് നമ്മൾക്ക് ഇവിടെ ഈ ഗാജറ്റ് പ്ലീറ്റ് വരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കണ്ടോ. കുറച്ചൊരു ഫ്രോക്ക് സ്റ്റൈൽ പോലെ നിൽക്കും. ഇതുപോലാണ് കയ്യിൽ വരുന്നത്. ഫുള്ള് ഹക്കോബയിലാണ് കേട്ടോ. ഈ മെറ്റീരിയൽ താഴെ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലും ഇവിടെ കൊടുത്തിരിക്കുന്ന പാച്ചും എല്ലാം ഹക്കോബയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്ക് സെയിം തന്നെ, അങ്ങനെ തന്നെ 2 ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത്. ഇത് നമ്മൾക്ക് ഓണം അല്ല, ഓണം കഴിഞ്ഞാലും നമുക്കിടാം. ഓണത്തിന് ഓഫ് കോഴ്സ് നമുക്കിതിടാം, കാരണം ഓണം സ്റ്റൈലാണല്ലോ ഇത് വന്നിരിക്കുന്നത്. ക്രീം ആൻഡ് വേറൊരു ഷെയ്ഡും കൂടെ വന്നിട്ടുള്ള ഒരു ഓണം സ്റ്റൈലാണ്. ഇറക്കം നോക്കിക്കേ, നല്ല നീളം കിട്ടും. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു 49 ഒക്കെ ലെങ്ത് ഉള്ളൊരു വലിയ കുർത്തിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. താഴെ വരെ, അതായത് പാൻറ് നമ്മൾക്ക് കാണാൻ തന്നെ പറ്റില്ല, അത്രയും ഇറക്കം നമുക്ക് ഈ കുർത്തിക്കും കിട്ടുന്നുണ്ട് കണ്ടോ. അപ്പോൾ അതായത് ഒരു 47+ ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലെങ്ത് കിട്ടും. നല്ല നീളം വേണം എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും എടുക്കാവുന്ന കുർത്തിയാണ്. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ എല്ലാ സൈസസും ഉണ്ട്, മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ. അതിന് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിന്ന് കുറച്ച് ബ്ലൗസസും കൂടെ കാണിക്കുന്നുണ്ട്. എല്ലാം നമ്മൾക്ക് ഈ സ്ട്രെച്ചബിൾ ബ്ലൗസസ് ആണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് കൊണ്ടുവന്നപ്പോൾ നല്ല ഹൈ ഡിമാൻഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ റീസ്റ്റോക്ക് ചെയ്തതാണ്. നിങ്ങളെ ഞാൻ 1-2 എണ്ണം മാത്രം ഇത് തുറന്നിട്ട് കാണിക്കാം. ബാക്കി നിങ്ങൾക്കിത് കണ്ടാലും മനസ്സിലാവുന്നതേ ഉള്ളൂ. എല്ലാം കൂടെ ഞാൻ തുറക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ബ്ലൗസ് ഞാൻ നിവർത്തി കാണിക്കാം കേട്ടോ. ഇത് നമുക്കിപ്പോൾ എൽ സൈസിൽ വന്നിരിക്കുന്ന ബ്ലാക്ക് ആണ് കേട്ടോ. കളർ കണ്ടോ, ബ്ലാക്ക് ആണ് കളർ വരുന്നത്. ഈ ബ്ലൗസിൻ്റെ പാറ്റേൺ ഞാനൊന്ന് തുറന്ന് കാണിക്കാം. എൽ സൈസാണ്, ചെറിയ സൈസാണ്, സ്ട്രെച്ചബിൾ മെറ്റീരിയലിൽ വരുന്നതാണ്. ഇങ്ങനെ വരും ബ്ലൗസിൻ്റെ ഡിസൈൻ. ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്താണ് ഈ നമ്മളുടെ ഈ പ്രാവശ്യത്തെ സെറ്റ് സാരി, സെറ്റുമുണ്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾക്ക് പെയർ ചെയ്ത്, ഇപ്പം ബ്ലാക്ക് കരയുള്ള ഒരു സെറ്റുമുണ്ടോ, സെറ്റ് സാരിയോ അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ കൂടെ പെയർ ചെയ്യേണ്ട ടൈപ്പ് എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഈ ബ്ലൗസും കൂടെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഉടുക്കാം കേട്ടോ. ഇതിനകത്ത് ഫുള്ള് ഗോൾഡൻ്റെ ഒരു ഫോയിൽ പ്രിൻ്റാണ് നിറച്ച് വന്നിരിക്കുന്നത് കണ്ടോ. ഇതാണ് ഫ്രണ്ട് സൈഡ്, ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് കണ്ടോ. സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്. ഇത് എൽ സൈസാണ്. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ എൽ സൈസും ഉണ്ട്, എൽ, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 189, 189 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇത് റെഡ് കളറിലാണ് കേട്ടോ. ഇതിപ്പം കുറച്ച് എടുത്ത് കാണിക്കുന്ന ഒരു റെഡ് പോലെ ഉണ്ട്, അങ്ങനെയല്ല കേട്ടോ. ഒരു ഒതുങ്ങി നിൽക്കുന്ന നല്ലൊരു റെഡാണ് കളർ വരുന്നത്. ഇങ്ങനെയാണ് കണ്ടോ. ഇതിനകത്തും ഫുള്ള് ഈ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഫുള്ള് ഫോയിൽ പ്രിൻ്റാണ് ഇതിനകത്തും പോകുന്നത് കണ്ടോ. ഇങ്ങനെ വരും ബ്ലൗസ്. ഇതിൻ്റെ നമ്മളുടെ കയ്യിൽ എൽ, എക്സൽ, ഡബിൾ എക്സൽ എല്ലാ സൈസസും ഉണ്ട് കേട്ടോ. കാരണം റെഡിനൊക്കെ നമുക്ക് ഒരുപാട് ഡിമാൻഡ് വരുന്നതാണ്. കാരണം നമുക്ക് ഈ സെറ്റ് സാരിയുടെയൊക്കെ കൂടെ ഒരുപാട് നമ്മൾക്ക് റെഡ് പെയർ ചെയ്ത് കൊടുക്കേണ്ട വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് റെഡിന് നല്ല ഡിമാൻഡ് വരും. അതുകൊണ്ട് ഞാൻ എല്ലാ സൈസും കൊണ്ടുവന്നിട്ടുണ്ട്. ലാർജ്, ഈ ലാർജ് നമുക്ക് മീഡിയംകാർക്കും എടുക്കാം കേട്ടോ. ലാർജിന് മീഡിയം വേണ്ട 38കാർക്കും ലാർജ് എടുക്കാം. അപ്പം ലാർജ് ഉണ്ട്, എക്സൽ ഉണ്ട്, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എല്ലാ സൈസസും ഉണ്ട് കേട്ടോ. അതിൽ ഇതിൻ്റെ കളർ നോക്കിക്കുക, ഒരല്പം ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് കുറച്ചും കൂടി ഡാർക്ക് റെഡിൽ വരും, ഇത് കുറച്ചും കൂടെ പിങ്കിൽ വരും കേട്ടോ. ഈ പിങ്കിൽ വരുന്നതിൻ്റെ നമ്മുടെ കയ്യിലുള്ളത് എൽ സൈസ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് പിങ്കിലാണ് വരുന്നത്, ഇത് കുറച്ചും കൂടെ റെഡിൽ വരും ഈ കാണിച്ചത്. ഇതിൻ്റെ നമ്മളുടെ കയ്യിൽ എല്ലാ സൈസും ഉണ്ട്. ഇതിൻ്റെ നമ്മളുടെ കയ്യിൽ ലാർജ് മാത്രമേ ഉള്ളൂ, പിങ്ക്. ഈ ലാർജ് വാങ്ങിക്കുന്നവർക്ക് നമ്മൾക്കത് എക്സൽ, ലാർജ് വാങ്ങിക്കുന്നവർക്ക് കുറച്ചും കൂടി ചെറിയ സൈസ് വേണ്ടവർക്ക് ഉപയോഗിക്കാം. അടുത്തത് ഇതാണ്, ഗ്രീനാണ് കണ്ട കളർ കണ്ടോ. വ്യൂ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഈ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ഉള്ളൊരു വ്യൂ വരുന്നത്. കളർ ഡിഫറെൻ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾക്ക് ഗ്രീൻ ഷെയ്ഡാണ് കണ്ടോ. ഗ്രീനിൽ അതുപോലെ തന്നെ ഫോയിൽ വർക്ക് വരുന്നതാണ് ഷെയ്ഡ് കണ്ടോ. ഇങ്ങനെ വരും. ഇതിന് നമ്മുടെ കയ്യിൽ എക്സൽ സൈസാണുള്ളത്. എല്ലാൻ്റെ എക്സൽ ഉണ്ട് കേട്ടോ. ബേജ് കളറില്ലേ, ക്രീമിൽ നിന്ന് കുറച്ച് ബേജിലേക്ക് കലർന്നിട്ട് എന്നിട്ട് ഇതിനകത്ത് എല്ലാത്തിനകത്തും ഈ ഫോയിൽ വർക്ക് വരുന്നത്. ഈ ഫോയിൽ വർക്ക് കൂടാണ്ട് ഇതിനകത്ത് ഇതൊരു ഡിഫറെൻ്റ് ആണ് കേട്ടോ. കുറച്ചും കൂടി ഡിസൈൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ ഒരെണ്ണം തുറന്ന് കാണിക്കാം. പാറ്റേണിലാണ് വരുന്നത്. ഇതിൻ്റെ പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൽ ഡിസൈൻ വരുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ.
ഇതൊരു ബെയ്ജ് കളറിലാണ് വരുന്നത്. ഇതാ ഇങ്ങനെ വരും, കണ്ടോ? ഇങ്ങനെ ഒരു സിക്സാക് പാറ്റേണിലാണ് വരുന്നത്. അതിൻ്റെ ഇത് കണ്ടോ, ഒരു ഗോൾഡൻ്റെ ഒരു സിക്സാക്കും പിന്നെ ഉള്ളിൽ കൂടെ സെയിം ത്രെഡിൻ്റെ ഒരു സിക്സാക് പാറ്റേണും, രണ്ടും ഇടവിട്ടാണ് ഇത് വരുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഇത് XL ആൻഡ് XXL ആണ് നമ്മളുടെ കയ്യിൽ ഇതുള്ളത് കേട്ടോ. ഈ കളർ നമ്മളുടെ കയ്യിൽ XL ആൻഡ് XXL ആണ്. മേളിൽ ഒരു ലേസ് വർക്കും കൂടെ ഉണ്ട്. ഇത് കുറച്ച് വർക്ക് കൂടുതലുള്ളതാണ് കേട്ടോ ഈ ബ്ലൗസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 210 ആണ്. ഒരു ബ്ലൗസ് വരുന്നത് ഇതാണ്. ഇത് ക്രീം ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ഇത് L സൈസാണ് വരുന്നത്. ക്രീമാണ് ഷെയ്ഡ് വരുന്നത്. ഇത് ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ വ്യൂ വരുന്നത്. ഇതാ ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡ്. ഇതുപോലെയാണ് ബാക്ക് സൈഡ് വരുന്നത്. ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ ക്ലോസറിൽ കണ്ടോളൂ. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൽ ഒരു വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. സെൽഫ് ഒരു നിറയെ ഒരു വർക്ക് ഇതിനകത്ത് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വരും. എല്ലാം സ്ട്രെച്ചബിളിൽ വരുന്നതാണ്. ഇത് L സൈസാണ് വരുന്നത്. ഇനി നമ്മളുടെ കയ്യിൽ ഇതാ ബ്ലൂവിൽ ഇതാ ഇങ്ങനെ വർക്ക് വരുന്ന ഒരെണ്ണം ഉണ്ട്, കണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇതിനകത്ത് അതിൻ്റെ പടവും കൂടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതുപോലൊരു ഗോൾഡൻ്റെ വർക്കും പിന്നെ ഒരു നിറച്ചൊരു എന്താ പറയേണ്ടത്, ഒരു ഗോൾഡൻ പോലെ ഇങ്ങനെ ഒരു വർക്ക് തിളങ്ങി ചെറുതായിട്ട് നിൽക്കും. മിന്നി നിൽക്കത്തേ ഉള്ളൂ കേട്ടോ, ഒരുപാട് തിളക്കമില്ല. ഗോൾഡൻ്റെ ഒരു വർക്കാണ് വരുന്നത്. ഇതിൻ്റെ നമ്മളുടെ കയ്യിൽ XL ആൻഡ് XXL സൈസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 165 ആണ്. ഇതാണ് ബ്ലൗസ് വരുന്നത്. 165 റേറ്റ് വരുന്നത്. ഇനി അതേ 165ൻ്റെ തന്നെയാണ് ഇതും വരുന്നത്. ഇത് L ആണ് സൈസ് കേട്ടോ. ഈ L സൈസ് ഇതൊരു എന്താ പറയേണ്ടത്, നല്ല പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ്, കണ്ടോ? ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഞാൻ ബ്ലൂ കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ പർപ്പിളല്ല, വൈൻ കളർ കേട്ടോ. വൈൻ കളറാണ് ഇതിൻ്റെ വരുന്നത്. ഇത് ചെറിയ സൈസുകാർക്കുള്ളതാണ്. L മീഡിയം ലാർജുകാർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. 165 ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കയ്യിൽ ഇന്ന് ബ്ലൗസസ് ഉള്ളത്. അപ്പോൾ എല്ലാം കുർത്തികളും ബ്ലൗസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബുക്ക് ചെയ്തോളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.